ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ ഞങ്ങൾ രണ്ടും റെഡി ആയിട്ട് ഇന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ പ്രത്യേകത ഇന്ന് അങ്ങനെ ഒരു വയസ്സും കൂടെ കൂടിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ രാവിലെ എന്തായാലും ഞങ്ങൾ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല എന്ന് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമ്പലത്തിൽ പോകണമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒടുവിൽ സമ്മതിക്കുകയൊക്കെ ചെയ്തെന്നാൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ രാവിലെ ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ചോറ്റാനിക്കര പോകാനുള്ള പോക്കാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറയുമായിട്ട് നമുക്ക് പോവാം, അമ്പലത്തിൽ പോകണം, ചോറ്റാനിക്കര പോകാമെന്ന്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം കേട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ അമ്പലത്തിൽ ചോറ്റാനിക്കര പോകുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടും അവിടെ എത്തിയപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ എത്തിയ സമയം നല്ല ആയതുകൊണ്ട് മഴയൊക്കെ തോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടും കൊണ്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും തിരക്കൊന്നും ഉണ്ടായില്ല. അത്യാവശ്യം ആളുണ്ട്, എങ്കിലും ക്യൂ ഒന്നും ഉണ്ടായില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഫസ്റ്റിലെ കയറി തൊഴാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ കുറേ ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ആളായി, തിരക്കൊക്കെ ആയി. അപ്പോൾ അവിടുന്ന് എന്തായാലും ഒത്തിരി ടൈം എടുക്കുമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ റെസ്റ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്തായാലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് അടുത്ത് തന്നെ ഉള്ള ഒരു ഹോട്ടലിലാണ് കയറി കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് കയറി. അപ്പോൾ ഞാൻ ഏട്ടനോട് പറയും, ഒരു വീഡിയോസൊക്കെ എടുത്ത് ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ വന്നു കേട്ടോ. അങ്ങനെ പൂരിയും ഇഡലിയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ പൂരിയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ ഇരുന്ന് ഞാൻ കഴിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ സെൽഫായിട്ട് തന്നെ അങ്ങ് എടുത്തു. പിന്നല്ല നമ്മളൊരാളെ ഇങ്ങനെ കൊഞ്ചിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ചായയൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഞങ്ങൾ കൈയൊക്കെ കഴുകി ഇറങ്ങിയപ്പോൾ ഉണ്ട് ആ ഹോട്ടലിൽ കുറേ ദൈവങ്ങളെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വീഡിയോസ് എടുത്തു. അങ്ങനെ തിരിച്ച് അമ്പലത്തിലോട്ട് എത്തി. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടും എന്തായാലും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ബെല്ലയ്ക്ക് എന്തെങ്കിലും ഒരു കളിപ്പാട്ടം വാങ്ങിക്കൊണ്ട് വരുന്ന ഇപ്പോൾ പതിവായി. അപ്പോൾ അങ്ങനെ അവിടെ കണ്ടൊരു ചെറിയ കളിപ്പാട്ടമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ബർത്ത്ഡേ ആഘോഷം. അപ്പോൾ വിഷ് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു.